നടൻ വിനായകനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് VS-നെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് കാണിച്ചാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP-ക്ക് പരാതി നൽകിയത്. പോസ്റ്റിൽ ഗാന്ധിജിയെയും ഉമ്മൻചാണ്ടിയെയും ആക്ഷേപിക്കുന്നുണ്ട്. ദിനു പ്രകാശ് ചേരുകയാണ്. ദിനു, ഇതാദ്യമായല്ല വിനായകൻ ഇത്തരത്തിലുള്ള അധിക്ഷേപ പോസ്റ്റുകൾ ഇടുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും സമാനമായ പോസ്റ്റുകൾ ഇട്ടിരുന്നു, അന്നും കേസായതാണ്. ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് എന്തൊക്കെയാണ്? അനൂപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിനായകൻ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നലെ VS-ന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ VS സംസ്കാരം നടക്കുന്ന സമയത്ത് ഇവിടെ എറണാകുളത്ത് VS-ന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൽ വിനായകൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം വിനായകന്റെ നവമാധ്യമങ്ങൾ അടക്കം തന്നെ പല ആളുകളും വിമർശനം ഉന്നയിച്ച് നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ എവിടെ പോയി നിങ്ങളുടെ വാക്കുകൾ എന്നൊക്കെ ചോദിച്ച് മറ്റ് പലരും രംഗത്ത് വന്നിരുന്നു. ഏതായാലും വിനായകൻ ആ പരാമർശം ആവർത്തിച്ചുകൊണ്ട് വീണ്ടും VS-ന്റെ പേര് കൂടി ചേർത്തുകൊണ്ട് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് DGP-ക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രമല്ല മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രപിതാവിനടക്കം എതിരെ വരെ വിനായകൻ ഇത്തരത്തിൽ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGP-ക്ക് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. വിനായകന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. സംഗതി വിനായകൻ എത്ര വലിയ കലാകാരനാണ്, എത്ര നന്നായി അഭിനയിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വൈകുന്നേരം വീട്ടിൽ ചെന്ന് രണ്ടെണ്ണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ തനി ലോക്കൽ സ്വഭാവമായിട്ട് വന്നത്. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, VS അച്യുതാനന്ദൻ മരിച്ച സമയത്ത് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ അന്ത്യോപചാരം അർപ്പിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് അവിടെ വന്ന സമയത്ത് എല്ലാവരും വിനായകനെ ട്രോൾ ചെയ്യും. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു, ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വൈകുന്നേരം വീട്ടിൽ ചെന്ന് രണ്ടെണ്ണം വിട്ട് കഴിഞ്ഞപ്പോൾ ഓഹോ അങ്ങനെ പറയാറായോ, എന്നാൽ പിന്നെ ഉമ്മൻചാണ്ടിയും VS-ഉം മരിച്ചതൊക്കെ ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ പറയും എന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ വിനായകൻ്റെ പോലെയുള്ള ഒരു കലാകാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഇതിപ്പോൾ വിനായകൻ്റെ ഒറ്റയ്ക്കുള്ളൊരു പ്രവൃത്തിയാണെങ്കിലും ഇത് മൊത്തത്തിലൊരു കമ്മ്യൂണിറ്റീനെയും ഒരു കൂട്ടം ആളുകളെയും മൊത്തത്തിൽ കളിയാക്കാനും അവരൊക്കെ ഇങ്ങനെയാണ്, അവരുടെ ആളുകളൊക്കെ അല്ലെങ്കിലും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണയും പെട്രോളും ഈ വിനായകൻ്റെ പോലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർക്കൊക്കെ സുഖമായിട്ട് ഇതിനെയൊക്കെ ആക്ഷേപിച്ച് അവഹേളിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വിനായകൻ്റെ ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ ചെല്ലുന്നത് വേടൻ്റെ അടുത്തേക്കാണ്. വേടൻ്റെ പോലെ വേറൊരാൾ വിനായകൻ്റെ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കറുത്തവർഗ്ഗക്കാരനെ എതിരെ കേസെടുക്കാൻ പോണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാസവും കാര്യങ്ങളൊക്കെയാണ്. ഇത് വിനായകൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും ചെയ്യുമ്പോഴും അത് വിനായകൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റീനെയും ഒരു കൂട്ടം ആൾക്കാരെയും കൂടി ബാധിക്കും എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും വിനായകന് വെള്ളമടിച്ച് കഴിഞ്ഞാലോ വെള്ളമടിക്കുകയോ ഡ്രഗ്സ് ഉപയോഗിക്കുകയോ എന്തോ തരത്തിലുള്ള ലഹരിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ, ചെയ്യുന്ന സമയത്തില്ല. ഇതിനാരും പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, കേസെടുക്കാം. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് പറഞ്ഞു, ഇപ്പോൾ VS-ന്റെ സമയത്ത് പറയുന്നു. ഇതൊക്കെ അങ്ങേര് ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക. ഉച്ചയ്ക്ക് VS-നെതിരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആൾ രാത്രി ചെന്ന് VS ചത്തു, ഉമ്മൻചാണ്ടി ചത്തു എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ഔചിത്യമുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ ബോധമില്ലാത്ത ആൾക്കാരെ വെറുതെ ഇതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ വിനായകന് കേസും ഇതൊന്നും പുത്തരിയല്ല, അത് ഒരുപാട് കാലം ആയല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട്. ഒരു നല്ല കലാകാരൻ ഒരിക്കലും ഒരു നല്ല വ്യക്തിയോ ഒരു നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളോ ഒന്നും ആയിക്കോളണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. വിനായകൻ്റെ കാര്യത്തിൽ അത് 100% ശരിയാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിനായകൻ?